ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ജോയി മാത്യു രചനയും സംവിധാനവും നിർവഹിച്ച് 2013 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഷട്ടർ. കോഴിക്കോടിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ സിനിമ ഒരുക്കിയത്. ലാൽ, ശ്രീനിവാസൻ, സജിത മഠത്തിൽ, വിനയ് ഫോർട്ട് എന്നിവരായിരുന്നു ഈ സിനിമയിലെ താരങ്ങൾ. സജിത മഠത്തിൽ തങ്കമെന്ന കഥാപാത്രമായിട്ടായിരുന്നു ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. ആ വർഷത്തെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡ് സജിത നേടിയിരുന്നു. സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് തന്റെ മോഹമായിരുന്നില്ല എന്ന് പറയുകയാണ് നടി. നാടകം ചെയ്യുക എന്നതായിരുന്നു തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമെന്നും ഷട്ടറിന്റെ തുടക്കത്തിൽ ഒരു വലിയ പ്രോജക്റ്റായി കണ്ടിരുന്നില്ലെന്നും സജിത പറഞ്ഞു. സജിത മഠത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ നാടകമാണ് പഠിച്ചത്. ഷട്ടർ സിനിമയുടെ സംവിധായകൻ ജോയി മാത്യു ആയിരുന്നു. അദ്ദേഹം കോഴിക്കോട് ആർട്സ് കോളേജിൽ എന്റെ സൂപ്പർ സീനിയർ ആയിരുന്നു. നാടകം വഴിയും മറ്റും ഞങ്ങൾ തമ്മിൽ വളരെയധികം പരിചയമുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഷട്ടർ എന്ന ചിത്രം ചെയ്യുമ്പോൾ അതിലേക്ക് എന്നെ വിളിക്കുന്നത്. സിനിമയിൽ അഭിനയിക്കുക എന്നത് എന്റെ മോഹമേ ആയിരുന്നില്ല. ആ കാലത്ത് സിനിമാ മോഹം ഉണ്ടായിരുന്നില്ല. നാടകം ചെയ്യുക എന്നത് മാത്രമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഷട്ടർ എന്ന ചിത്രത്തെ ആദ്യം ഞാൻ വലിയ പ്രോജക്റ്റായി കണ്ടിരുന്നില്ല. ജോയി മാത്യുവിന്റെ താല്പര്യത്തിൽ ഏതോ ഒരു ചെറിയ പ്രോജക്റ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ കരുതിയത്. പിന്നീട് ആ സിനിമ വലുതായി വന്നു. ലാൽ സാറും ശ്രീനിവാസൻ സാറും ജോയിൻ ചെയ്തു. അതോടെ അത് വലിയ പ്രോജക്റ്റായി മാറി. ആ സമയം എനിക്ക് കുറച്ച് പേടിയുമായി. ആ സമയത്ത് ലാൽ സാറും ശോധാ മേനോനും ചേർന്ന് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രം ചെയ്ത് ഹിറ്റായി നിൽക്കുകയായിരുന്നു. അവര് രണ്ടുപേരും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ ജോയി മാത്യുവിന്റെ അടുത്ത് ചെന്ന് സംസാരിച്ചു. ഞാൻ ചെയ്യുന്നതിനേക്കാൾ അറിയപ്പെടുന്ന ആരെങ്കിലും ചെയ്യുന്നതല്ലേ നല്ലതെന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ ജോയി മാത്യുവിനെ അത്ര അറിയപ്പെടാത്ത ഒരാളായിരുന്നു ആ കഥാപാത്രത്തിലേക്ക് വേണ്ടത്. അങ്ങനെയാണ് ഞാൻ ആ സിനിമയിലേക്ക് വന്നത്, സജിത മഠത്തിൽ പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.